എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോ സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ വീഡിയോ ആണ്. അതായത് നമ്മുടെ കങ്കുവ ശിവ സൂര്യനെ വെച്ച് സംവിധാനം ചെയ്ത പടമാണല്ലോ കങ്കുവ. അങ്ങനെ കങ്കുവരെ റിവ്യൂ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും മറക്കാത്തത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതായത് ഇവരുടെ ഒരു ട്രൈബൽ ഏരിയ കീഴടക്കലാണ് പദ്ധതി. കഥയുടെ ചുരുക്കം പ്ലോട്ടാണ് ഞാൻ ഈ പറഞ്ഞത് തന്നെ. സോ ഈ കീഴടക്കാൻ വേണ്ടി ബോബി ഡിയോളിൻ്റെ വേറൊരു ട്രൈബാണ്. അങ്ങനെ പല ട്രൈബ്സ് ഉണ്ട്. കങ്കുവരെ വേറെ ട്രൈബാണ്. ഇതിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഉദ്ദേശിക്കുന്നത് 2025 നടക്കുന്ന ഒരു കഥയുണ്ട്. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ. പക്ഷേ വളരെയധികം വധമാണ് എടുത്തു വെച്ചിരുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. പാസ്റ്റ് കൊള്ളാം, പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. പ്രസൻറ്റ് വളരെയധികം മോശം. ഫ്രാൻസിസിൻ്റെ ഒരു ഇതാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. വളരെയധികം മോശമുണ്ടോ പ്രസൻറ്റ്. സത്യം പറയില്ല, ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം അതിലെ ഒരു കൂറ പാട്ടുമുണ്ട്, ഒന്നും ആ BGM ഒന്നും ഒരു രസമില്ല. ആകെ രസമുള്ളത് പാസ്റ്റ് സീൻസ് കുറച്ചും കൂടി രസമുണ്ട്. അവസാനത്തെ തള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. അത്രയ്ക്കധികം മോശമായിരുന്നു കേട്ടോ സിനിമ. വളരെയധികം മോശമായിരുന്നു. ഇത്രയും അധികം ഹ്യൂജ് ലെവൽ പ്രൊമോഷൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ കയറി വരുന്നൊരു പടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം അധപ്പതിച്ചുകൊണ്ടാണ് പടം പോയതിന് മുമ്പോട്ട്. വളരെയധികം മോശമായിട്ടുള്ളൊരു പടമായിരുന്നു ഇന്നത്തെ. ഞാൻ പോയി കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ കണ്ടത് വെച്ച് ഇപ്പോൾ ഈ അടുത്ത് വെച്ച് കണ്ടതിൽ വെച്ച് വളരെയധികം മോശമായിട്ടുള്ളൊരു പടം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയാനുള്ളത്, ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ കുറേ കോമഡി സീൻസൊക്കെ യോഗി ബാബുസ് അടിക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് ചിരി വരില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി ഇതിൽ. രണ്ടാമത്തെ കാര്യം, ഇതിന് ഇമോഷൻ സീൻസ് തുടക്കത്തിൽ കുറച്ചുള്ളെങ്കിലും സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇമോഷൻ സീൻസ് കാണിക്കുന്നുണ്ട്. അത് പ്രേക്ഷകരായിട്ട് കണക്റ്റ് ആവാനാണ് ശിവ ഉദ്ദേശിച്ചെങ്കിലും സംഭവം ഒട്ടും കണക്റ്റ് ആവുന്നില്ല. നമുക്ക് എന്തുകൊണ്ട് നടക്കണേ എന്നൊരു ആലോചിക്കും എന്നൊരവസ്ഥയുണ്ട്, ജാതി അവസ്ഥ. പിന്നെ പ്രസൻറ്റ് സീൻസിൽ ചില എഡിറ്റിങ്ങൊക്കെ ഞാൻ പറയും, ഇത് എന്തിനും ഇതൊക്കെ ഇവിടെ ഇട്ട് നമുക്ക് തോന്നുന്നില്ല. ചുമ്മാ പലതും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് എന്താന്ന് ഒരു 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 കെമിസ്ട്രി വർക്കാവുന്ന രീതിയിൽ പോലെ. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. 180 രൂപ, അതും 3D ആണ് കണ്ടത്. കണ്ണി കൂടെ പോയി കിട്ടിയിട്ട് ഗൈസ്. നിങ്ങളെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാനും കൂടി ഒന്ന് അറിയട്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ തന്നെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ ഡി മോക്ക് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.